ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്കിന്നൊരു പുട്ടുണ്ടാക്കിയാലോ? റവ സേമിയ മസാല പുട്ട്. എനിക്ക് ഈ റെസിപ്പി പറഞ്ഞാൽ മുനീദ് ആൻറ്റിക്ക് ഒരു സ്പെഷ്യൽ താങ്ക്സ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് കാണാൻ ഡയറക്റ്റായിട്ട് വീഡിയോയിലോട്ട് പോകാം. പുട്ടിന് വേണ്ടിയിട്ട് ഞാൻ ചെമ്മീൻ മസാലയാണ് റെഡിയാക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 സ്പൂണ് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 സ്പൂണ് ജീരകപ്പൊടി, 1/2 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ആവശ്യത്തിന് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ട് നമുക്ക് ചെമ്മീനെ മാരിനേറ്റ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം. ഇനിയൊരു പാനിലോട്ട് 3-4 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചെമ്മീൻ ഇതുപോലെ 1/4 ഭാഗം ഫ്രൈ ആയി കഴിഞ്ഞാൽ മതി. ഡ്രൈ ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഇനി സെയിം പാനിലോട്ട് തന്നെ നമുക്ക് 2 സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് 2 വലിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തോടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 3 പച്ചമുളക് കട്ട് ചെയ്തതും 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ഉള്ളി ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു വലിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉള്ളിയും തക്കാളിയും കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലേക്ക് 2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 സ്പൂണ് കുരുമുളക് പൊടിയും 1 സ്പൂണ് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് 1 സ്പൂണ് ഗരം മസാല പൊടിയും ആവശ്യത്തിന് ഉപ്പ് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് വെക്കാം. ഇനി മസാലയിലോട്ട് 4 ടേബിൾ സ്പൂണ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ മസാല ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഞാനെല്ലാം 2 പീസ് ആക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്കാം. വലിയ ചെമ്മീനാണെങ്കിൽ നിങ്ങൾ 2 പീസായിട്ട് കട്ട് ചെയ്യുക. ചെറുതാണെങ്കിൽ അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിലോട്ടേക്ക് ഒരു 1/4 കപ്പോളം മല്ലിയില അരിഞ്ഞതുകൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഞാൻ 2 കപ്പ് റവയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെറുതായിട്ട് ബ്രൗൺ കളറാകുന്നത് വരെ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് റവ മാറ്റി വെക്കാം. ഇനി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കാം. ആ വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് അതിലേക്ക് 1 സ്പൂൺ ഓയിലും 1/2 സ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കിയതിന് ശേഷം 1 കപ്പ് സേമിയ കൂടി ആഡ് ചെയ്ത് സേമിയ വേവിച്ചെടുക്കണം. സേമിയ വേവിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളം ഊറ്റി നമുക്ക് സേമിയ മാറ്റി വയ്ക്കാം. ഇനി ഒരു പാത്രത്തിലോട്ട് നമ്മൾ റോസ്റ്റ് ചെയ്തിട്ടുള്ള റവ ഇട്ട് കൊടുക്കുക. അതിലേക്ക് ഞാൻ 1/2 സ്പൂൺ കൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സേമിയ കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുഴച്ചെടുക്കണം. വേവിച്ച സേമിയയിൽ തന്നെ വെള്ളം ഉണ്ടാവുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിന്.
റവയും സേമിയയും കൂടി ഇവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇതിലോട്ടേക്ക് ഞാൻ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്തിട്ടില്ല. ഇത് രണ്ടും തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല കുറച്ച് കുറച്ചായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇനി പുട്ടുകുറ്റിയിലോട്ട് ഫസ്റ്റ് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ റവ സേമിയ മസാല മിക്സ് ഇട്ട് കൊടുക്കാം. പിന്നെ തേങ്ങ പിന്നെ മിക്സ് എന്ന രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാം. നമ്മുടെ സേമിയ റവ മസാല പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോടുകൂടി കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി പുട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. കൂടാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നത് എല്ലാവരോടും ടേക്ക് കെയർ. ബൈ ബൈ.